ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ പാട്ടുപാടുമെന്ന് പറഞ്ഞത് കേട്ട് ഒട്ടും വിശ്വസിക്കാനാകാതെ വസുന്ധര നിൽക്കുന്നു. ഒരിക്കലുമില്ല, അങ്ങനെ ശ്യാമയ്ക്കൊരിക്കലും പാട്ടുപാടാൻ കഴിയില്ല എന്നും ശ്യാമയെ പോലുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു സിദ്ധി കിട്ടില്ല എന്നും വസുന്ധര പറയുന്നു. ഞാനതൊരിക്കലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വസുന്ധരയുടെ വാക്കുകൾ കേട്ട് അഖിലും ആനന്ദവർമ്മയുമെല്ലാം ആകെ വിഷമത്തോടെ നോക്കുന്നു. ഉടനെ ശ്യാമയോട് പാട്ടുപാടാനായി അഖിലും ആനന്ദവർമ്മയും ആവശ്യപ്പെട്ടു. ഉടനെ ഐശ്വര്യ പറഞ്ഞു, അമ്മേ, നമുക്ക് എന്തിനാ ഇന്ന് പാർട്ടി നടത്തിയ പോരെ? പാട്ട് വേണ്ടല്ലോ. വിസ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് നമുക്ക് പിന്നീട് അവസരത്തിൽ പാട്ട് നടത്താം. അതുകൊണ്ട് തൽക്കാലം നമുക്ക് പാർട്ടി തുടങ്ങിയാലോ അമ്മേ എന്ന് ചോദിച്ചിട്ടും വസുന്ധര പറഞ്ഞു, പറ്റില്ല. ശ്യാമയ്ക്ക് പാട്ട് പാടാൻ അറിയാമെന്നല്ലേ പറഞ്ഞത്? എന്നാൽ അത് തെളിയിക്കട്ടെ, ശ്യാമ പാടട്ടെ എന്ന് നിർബന്ധപൂർവ്വം വസുന്ധര അറിയിച്ചു. അത് കേട്ടതും ഉടനെ അഖിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ശ്യാമയ്ക്ക് പാട്ട് പാടാൻ കഴിയില്ല എന്ന് അമ്മ വെല്ലുവിളിക്കുകയാണോ എന്ന് ചോദിച്ചതും വസുന്ധര പറഞ്ഞു, അതെ, വെല്ലുവിളി തന്നെയാണ്. അത് കേട്ട ഉടനെ തന്നെ അഖിൽ ശ്യാമയുടെ നേരെ തിരിഞ്ഞു. ശ്യാമ, താൻ പാട് എന്ന് ശ്യാമയോട് അഖിൽ ആവശ്യപ്പെട്ടു. ഉടനെ വസുന്ധര പറഞ്ഞു, ശ്യാമ പാടണം, ഇവള് പാടാതെ ഞാൻ വിടില്ല എന്ന് വസുന്ധര നിർബന്ധപൂർവ്വം പറയുന്നത് കേട്ട് ആനന്ദവർമ്മയും അഖിലും ശ്യാമയോട് പാടാനായി നിർബന്ധിച്ചു. ശ്യാമ ഒന്നും ചെയ്യാനാകാതെ ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് വാസുദേവനും ദേവകിയും എത്തി. ദേവകി വാതുക്കലേക്ക് എത്തി മോളെ ശ്യാമേ എന്ന് വിളിച്ചതും ഉടനെ ശ്യാമ വളരെ സന്തോഷത്തോടെ അമ്മയുടെ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കുന്നു. ഉടനെ ദേവകി വിളിച്ചു പറഞ്ഞു, മോളെ നീ പാട്. ആ വാക്ക് കേട്ടതും വേഗം തന്നെ അമ്മയുടെ അനുവാദം കൂടി കിട്ടിയതോടെ അമ്മ സുരക്ഷിതയായി വീട്ടിലെത്തിയെന്ന സമാധാനത്തിൽ ശ്യാമ പാടുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ വാസുദേവനെയും ദേവകിയും കണ്ടതോടെ ശ്യാമ അരികിലേക്ക് ഓടിയെത്തി ദേവകിയെ കെട്ടിപ്പിടിച്ചു. അമ്മേ എന്ന് വിളിച്ച് ആ സന്തോഷം പങ്കുവെച്ച് കഴിയുമ്പോൾ ദേവകി പറഞ്ഞു, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, മോള് പാടിക്കോ. നിനക്ക് ഇന്നത്തെ ദിവസം നിനക്ക് കിട്ടിയ അവസരമായത്, എൻ്റെ പൊന്നുമോള് പാടിക്കോ എന്ന് ദേവകി ശ്യാമയോട് പറഞ്ഞു. അത് കേട്ടതും ശ്യാമ വേഗം അഖിലിന്റെയും മറ്റും അരികിലേക്ക് ചെല്ലുന്നു. വസുന്ധര ആകെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ ശ്യാമ അരികിലേക്ക് എത്തി അഖിൽ കൊടുത്ത ആ മൈക്ക് വാങ്ങിച്ചു. എന്നിട്ട് ആ മൈക്ക് വാങ്ങിച്ച് ആനന്ദവർമ്മയും അഖിലും നൽകിയ മൈക്ക് വളരെ സന്തോഷത്തോടെ എടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ശ്യാമ വിസ്മയെയും അരുന്ധതിയെയും നോക്കി. അതിനുശേഷം എല്ലാവരും ശ്യാമയുടെ പാട്ട് കേൾക്കാനായി അങ്ങനെ അക്ഷമരായി കാത്തു നിൽക്കുമ്പോൾ ശ്യാമ ആ മനോഹരമായ സംഗീതം ആലപിച്ചു. അങ്ങനെ ആ മധുരമായ ആ പാട്ട് കേട്ട് എല്ലാവരും അതിൽ ലയിച്ചു നിന്നു. ആ പാട്ടിന്റെ, ആ സ്വരത്തിന്റെ, ആ നാദത്തിന്റെ ആ ഭംഗിയിൽ എല്ലാവരും അലിഞ്ഞലിഞ്ഞ് അങ്ങനെ ആ സത്യം ഉൾക്കൊള്ളാനാകാതെ വസുന്ധരയും അതിശയത്തോടെ നോക്കി നിൽക്കുന്നു. ശ്യാമയുടെ പാട്ട് കേട്ട് ആദിത്യനും അമൃതയുമൊക്കെ ശ്യാമേ എന്ന് അതിശയത്തോടെ വിളിക്കുന്നു. അങ്ങനെ ശ്യാമയ്ക്ക് ഇങ്ങനെയൊരു കഴിവുണ്ട് എന്നുള്ള സത്യം എല്ലാവർക്കും മുന്നിൽ ശ്യാമ വെളിപ്പെടുത്തി. ആ പാട്ട് കേട്ട് അതിശയത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ വിസ്മയും അരുന്ധതിയും നാണം കെട്ട് തലകുമ്പിട്ട് നിന്നു. അപ്പോഴേക്കും ശ്യാമ പാട്ട് പാടിക്കഴിഞ്ഞതും എല്ലാവരും ആ പാട്ടിന്റെ സന്തോഷത്തിൽ കൈകൊട്ടി ആ ആഹ്ലാദം പങ്കുവെക്കുമ്പോഴാണ് വസുന്ധരയും അറിയാതെ കൈയടിച്ച് അഭിനന്ദനം അറിയാതെ കൈയടിക്കുമ്പോൾ പെട്ടെന്ന് താൻ അബദ്ധത്തിൽ കൈയടിച്ചു പോയല്ലോ, എല്ലാം മറന്ന് താൻ കൈയടിച്ചു പോയല്ലോ എന്ന് വസുന്ധര ആശ്ചര്യത്തോടെ നോക്കിയിരുന്നു. അപ്പോഴേക്കും അത് അംഗീകരിക്കാനാകാതിരുന്ന വസുന്ധരയ്ക്ക് ആ സത്യം നേരിൽ കേട്ടതോടെ അത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ താൻ ഇത്രയും അറിഞ്ഞത് വലിയ ചതിയായി പോയല്ലോ എന്നുള്ള രീതിയിൽ ആകെ വിഷമത്തോടെ അങ്ങനെ നിന്നു. അപ്പോഴാണ് അഖിലും ശ്യാമയും ഒക്കെ പറഞ്ഞത് സത്യമായിരുന്നുള്ള ആ ഒരു കാര്യം അംഗീകരിക്കാനായി വസുന്ധര തയ്യാറായത്. എല്ലാവരും ശ്യാമയുടെ പാട്ട് കേട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ വിസ്മയയും അരുന്ധതിയും ആകെ നാണം കെട്ട് തല കുമ്പിട്ട് നിന്നു. പിന്നീട് വിസ്മയ തന്റെ വണ്ടിയിലേക്ക് വന്ന് അവിടേക്ക് കയറിയിരിക്കുമ്പോൾ അരുന്ധതി പറഞ്ഞു, മോൾ ഇവിടെ ഇരിക്കെ, അമ്മ ഇപ്പൊ വരാം, അമ്മ ഒന്ന് പോയി വസുന്ധരയെ കാണട്ടെ. അപ്പോഴേക്കും വിസ്മയ പറഞ്ഞു, വേണ്ടമ്മേ, നമുക്ക് പോകാം എന്ന് പറഞ്ഞത് വിസ്മയോട് അരുന്ധതി പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റില്ല, ഞാൻ എന്തായാലും വസുന്ധരയെ കാണട്ടെ. അമ്മ തിരിച്ചു വരുമ്പോ അമ്മ ജയിച്ചിട്ട് തന്നെയായിരിക്കും, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് തന്നെയായിരിക്കും അമ്മ മടങ്ങി വരുന്നത്, മോളിവിടെ സമാധാനത്തോടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് വിസ്മയെ ആശ്വസിപ്പിച്ച് അരുന്ധതി നേരെ ആനന്ദ നിലയത്തിലേക്ക് ചെന്ന് കയറി. ശ്യാമയുടെ പാട്ട് കേട്ടതിന്റെ അതിശയത്തിൽ അത് ഇപ്പോഴും വിശ്വസിക്കാനാകാതെ അങ്ങനെ വസുന്ധര നിൽക്കുമ്പോൾ ആനന്ദവർമ്മയും അഖിലും ശ്യാമയെ അഭിനന്ദിച്ചു, കൊള്ളാം, നന്നായിരുന്നു എന്ന് പറയുമ്പോൾ അരുന്ധതി അവിടെ വാതുക്കലേക്ക് എത്തി. അപ്പോഴേക്കും വസുന്ധര ശ്യാമയ്ക്ക് അരികിലേക്ക് ചെന്നു. പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാൻ പാട്ട് നന്നായി ആസ്വദിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ എന്ത് നല്ലത് കണ്ടാലും
ഞാനത് സമ്മതിച്ചു തരും. പാട്ട് നന്നായിരുന്നു എന്ന് വസുന്ധര ശ്യാമയെ നോക്കി അഭിനന്ദിച്ചു. അത് കേട്ടതും ആ വാക്കുകൾ കേട്ട് അവിടെ നിന്ന് എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഐശ്വര്യയ്ക്ക് മാത്രം അതിൽ അസൂയ തോന്നി. അപ്പോഴാണ് അവിടെ വാതുക്കെ വന്ന് നിൽക്കുന്ന അരുന്ധതിയെ വസുന്ധര ശ്രദ്ധിച്ചത്. എല്ലാവരും അരുന്ധതിയുടെ ആ നിൽപ്പ് കണ്ട് അങ്ങോട്ട് ശ്രദ്ധ പോകുന്നതോടെ ഉടനെ അരുന്ധതി അകത്തേക്ക് കയറി വന്നു. എന്നിട്ട് വസുന്ധരയോട് പറഞ്ഞു, വസുന്ധര, എന്തായാലും ശ്യാമയെ അഭിനന്ദിച്ചല്ലോ, എനിക്ക് വലിയ സന്തോഷമായി. എന്താ അരുന്ധതി പറഞ്ഞു വരുന്നറിയാതെ എല്ലാവരും ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ അരുന്ധതി പറഞ്ഞു, ശ്യാമയെയും എൻ്റെ മോളെയും കുഞ്ഞുനാൾ മുതൽ പാട്ട് പഠിപ്പിച്ചത് ഞാനാണ്. ഇത് കേട്ടതും ശ്യാമ ഞെട്ടി. ശ്യാമയും ഒപ്പം വാസുദേവനുമൊക്കെ ആ വാർത്ത കേട്ട് ഞെട്ടിത്തെറിച്ചു. ഒരിക്കലും ശ്യാമയ്ക്ക് അങ്ങനെ ഒരു സ്ഥിതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് ശ്യാമയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിയാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അതിനുവേണ്ടി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ ഒരിക്കലും അരുന്ധതി തയ്യാറായിട്ടില്ല എന്നുള്ള സത്യം അറിയാവുന്നത് കൊണ്ട് ശ്യാമയും വാസുദേവനും ദേവകിയുമൊക്കെ ഞെട്ടലോടെ നോക്കി. അപ്പോഴേക്കും അരുന്ധതി പറഞ്ഞു, അതെ, ഇവരെ രണ്ടുപേരെയും ഞാനാണ് പാട്ട് പഠിപ്പിച്ചത്. എൻ്റെ മോള് പാട്ടുപാടി പ്രശസ്തിയായി. ശ്യാമയെ ഞാൻ പലയിടത്തും കോറസ് പാടാനായി കൂടെ കൊണ്ടുപോകുമായിരുന്നു. ശ്യാമയ്ക്ക് എന്തോ ആ ഭാഗ്യം ഉണ്ടായില്ല. അതുകൊണ്ട് അവൾ പ്രശസ്തിയായതുമില്ല, വലിയൊരു ഗായികയുമായില്ല. പിന്നെ അറിയാവല്ലോ, കുഞ്ഞുനാൾ മുതൽ ഇവരുടെ കുടുംബത്തിൽ എന്നും ദാരിദ്ര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ദാരിദ്ര്യം മാറാനായിട്ട് പലപ്പോഴും ഞാൻ പണം കൊടുത്ത് ഇവരെ സഹായിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, വസുന്ധരയുടെ ഈ നിൽക്കുന്ന മകൻ അഖിലും ഇപ്പോൾ ആ വീട്ടിലാണല്ലോ കഴിയുന്നത്. ഒരു 3-4 തട്ടിന്റെ മുകളിൽ കുറച്ച് പച്ചക്കറി അടുക്കി വെച്ചത് കൊണ്ട് അവിടുത്തെ പരാധീനതകൾ മാറുകയില്ലല്ലോ. അതുകൊണ്ട് ആരും അറിയാതെ ഞാൻ ഇപ്പോഴും അവരുടെ കുടുംബത്തെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം അരുന്ധതി വസുന്ധരയോട് പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അതിനെ എതിർക്കാനായി കഴിയാതെ അരുന്ധതിയുടെ വാക്കുകൾ പച്ചക്കള്ളമാണ് എന്ന് മനസ്സിലാക്കിയ വാസുദേവനും ശ്യാമയും അതിനെ ഒന്നും പറയാനാകാതെ നിൽക്കുമ്പോൾ ഉടനെ അരുന്ധതി പറഞ്ഞു, വസുന്ധരയ്ക്ക് അറിയുമോ കുറച്ചു മുൻപ് നടന്ന സംഭവം എന്താണെന്ന്? സൂപ്പർ മാർക്കറ്റിൽ പോയ ശ്യാമയുടെ അമ്മ അവിടെ വെച്ച് ഒരാളുടെ 15 പവൻ സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ തന്നെ ശ്യാമ എന്നെ വിളിച്ചു. എനിക്ക് എന്റെ സഹായത്താൽ ഞാൻ അവരെ അവിടെ നിന്ന് പുറത്തിറക്കി. അങ്ങനെ അവരെ ആ വലിയ കള്ളക്കേസിൽ നിന്ന് ഞാൻ രക്ഷിച്ചു. ഇങ്ങനെയൊക്കെ എന്നാൽ ആകുന്ന സഹായങ്ങൾ ഞാൻ ശ്യാമയ്ക്ക് വേണ്ടി ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞതും മാത്രമല്ല, ആ ആനന്ദവർമ്മ സാറിനെയും അതുപോലെ വർമ്മ സാറിനെയും പിന്നെ ഇപ്പോ അഖിലിനെയും ഒക്കെ ശ്യാമ മറ്റു പലതും പറഞ്ഞ് കബളിപ്പിക്കുകയാണ്. മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സത്യത്തിൽ എനിക്ക് സംഭവിച്ച വലിയൊരു അബദ്ധമാണ് ശ്യാമയെ പോലൊരു പെൺകുട്ടിയെ ഞാൻ സഹായിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. ശ്യാമയ്ക്ക് പാട്ട് പാടാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ എല്ലാവരെയും ഇപ്പോഴും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന രീതിയിലുള്ള വാർത്ത പുറത്തു വരാതിരിക്കാൻ ഞാൻ ശ്യാമയെ ആകെ വിഷമത്തോടെ ഇരുന്ന ഇവളെ ഗസ്റ്റ് റൂമിൽ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു. അവളുടെ അമ്മ പോലീസ് ലോക്കപ്പിലാണ് എന്നറിഞ്ഞ് ഞാനും വിസ്മയും പലപ്പോഴും ആ ഗസ്റ്റ് റൂമിൽ ചെന്ന് ഇവളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഉള്ള തിരിച്ചടിയാണ് ഇവളിപ്പോ എന്നോട് കാണിച്ചത് എന്ന് പറഞ്ഞ് വസുന്ധരയോട് മറ്റൊരു രീതിയിൽ കഥ കെട്ടിച്ചമച്ച് പറയാൻ അരുന്ധതി തയ്യാറായതും അതെല്ലാം കേട്ട് ഉടനെ വാസുദേവനും ശ്യാമയും പറഞ്ഞു, ഇവര് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്, ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല, ഇവര് പറയുന്നതൊക്കെ പെരും കള്ളമാണ് എന്ന് ശ്യാമ പറഞ്ഞു. അപ്പോഴേക്കും വാസുദേവനും പറഞ്ഞു, അതെ, ഇവര് പറയുന്നതെല്ലാം പച്ചക്കള്ളവാ, ഒരിക്കലും നടന്നിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊന്നും തന്നെ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അപ്പോ കഴിഞ്ഞ ദിവസം പാടിയ ആ ഹിറ്റായ പാട്ട് ഇവിടെ വിസ്മയ്ക്ക് വേണ്ടി ശ്യാമയെ കൊണ്ട് അന്ന് ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർബന്ധിച്ച് പാടിപ്പിക്കുകയായിരുന്നു, ഇവരെ ഭീഷണിപ്പെടുത്തി പാടിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതും ഉടനെ വസുന്ധരയോട് ഒന്നും അറിയാത്തതുപോലെ അരുന്ധതി പറഞ്ഞു, ഞാൻ എങ്ങനെ ഭീഷണിപ്പെടുത്തി പാടിപ്പിച്ചെന്നാണ്? അത് മാത്രമല്ല, ഈ റെക്കോർഡിംഗ് നടക്കുന്നത് അത്രയും വലിയ സ്റ്റുഡിയോയിലാണ്, അത്രയും ആളുകൾ ഉള്ളിടത്ത് ഞാൻ എങ്ങനെ ശ്യാമയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും? അത് നിങ്ങളൊന്ന് ഓർത്തേ എന്ന് പറഞ്ഞത് ഉടനെ ശ്യാമ പറഞ്ഞു, എന്നെ കൊണ്ട് നിർബന്ധിച്ച് പർദ്ദ ഇടിപ്പിച്ചാണ് ഇവരെന്നാ പാട്ട് പാടിപ്പിച്ചത് എന്ന് ശ്യാമ പറയുന്നു. അതെല്ലാം കേട്ടതും ഉടനെ തന്നെ ആ വാക്കുകൾ കേട്ട് വിശ്വസിക്കാനാകാതെ വസുന്ധര വെക്കുമ്പോൾ അഖിൽ പറഞ്ഞു, ഇവരെ പല രീതിയിലും ശ്യാമയെയും ശ്യാമയുടെ കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തുമാണ് ഇവർ ഓരോ കാര്യങ്ങൾ ശ്യാമയെ കൊണ്ട് പാടിപ്പിച്ച് നേടിയെടുത്തത് എന്ന് പറഞ്ഞതും വസുന്ധര അത് വിശ്വസിക്കാനാകാതെ അങ്ങനെ. അപ്പോഴേക്കും ഉടനെ അരുന്ധതി ചോദിച്ചു, അല്ല, നിങ്ങളുടെ കയ്യിൽ അന്ന് ഞാൻ ഇവളെ കൊണ്ട് പർദ്ദയിട്ട് പാടിപ്പിച്ചു എന്ന് പറയാൻ അതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? ഫോട്ടോയോ വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ശ്യാമ ആകെ അന്തിച്ചു നിന്നു. സത്യം പറയാനാകാതെ ശ്യാമ ആകെ ഞെട്ടലോടെ അത് പിന്നെ
ഞാൻ എന്ന് പറഞ്ഞ് വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ അരുന്ധതി ഉടനെ ശ്യാമയോട് പറഞ്ഞു, ഇല്ല, നീ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ചിലപ്പോ ഇവിടെ നിൽക്കുന്ന ഈ അഖിലും വർമ്മസാറും വേണമെങ്കിൽ ഇതൊക്കെ വിശ്വസിച്ചേക്കും. പക്ഷേ ബുദ്ധിയുള്ളവരാരും നിന്റെ ഈ കള്ളക്കഥ വിശ്വസിക്കാൻ പോകുന്നില്ല ശ്യാമ എന്ന് പറഞ്ഞ് അരുന്ധതി ശ്യാമയെ കുറ്റക്കാരി എന്നോണം സംസാരിക്കണം. ശ്യാമ അതെല്ലാം കേട്ട് തന്റെ ഭാഗത്തുള്ള ന്യായം എന്തെന്ന് വിശദീകരിക്കാനാകാതെ വിഷമിച്ചു നിൽക്കുമ്പോ ആനന്ദവർമ്മ പറഞ്ഞു, ഇവരീ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് എന്നോട് ശ്യാമ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്യാമയെ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിച്ചതും നിങ്ങൾ അങ്ങനെ ഭീഷണിപ്പെടുത്തി ശ്യാമയെ കൊണ്ട് പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് ആനന്ദവർമ്മ പറയുന്നു.